ത്രിതല രാഷ്ട്ര സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിച്ചു. 16-ന് ആരംഭിച്ച വിദേശയാത്രയിൽ നൈജീരിയ, ബ്രസീൽ, ഡയാന തുടങ്ങിയ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ബ്രസീലിൽ നടന്ന G20 സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗണയിലെ ഇന്ത്യ കാരിക്കോം സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെയും അഭിസംബോധന ചെയ്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. കൃഷ്ണ, ഇന്നലെയാണ് ഇന്ത്യ കാരിക്കോം സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത്. തുടർന്ന് ഗയാന പാർലമെന്റിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. അദ്ദേഹം ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്തപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം ജനാധിപത്യവും മാനവികതയുമാണ് പ്രധാനമെന്നാണ്. അതായത് ജനാധിപത്യ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാനവികതയെ സംബന്ധിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി തീരുമാനങ്ങൾ എടുക്കണമെന്ന ഒരു നിർദ്ദേശം പാർലമെന്റുകൾ പിന്തുടരണമെന്നൊരു നിലപാട് അദ്ദേഹം അറിയിച്ചു. അതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ജനാധിപത്യത്തിനും സമാധാനത്തിനും മാനവികതയ്ക്കും അവസാന മനുഷ്യനിലേക്ക് വികസനം എത്തുന്ന നീക്കങ്ങൾ പാർലമെന്റുകളിൽ നിന്നുണ്ടാകണമെന്നാണ് ഗയാന പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യ കാരിക്കോം സമ്മേളനത്തിൽ, അതായത് ഇന്ത്യയും കരീബിയൻ ദ്വീപ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നത് സംബന്ധിച്ച ഇന്ത്യ കാരിക്കോം സംഘടനയുടെ അഭിസംബോധനയും നടന്നു. അതുപോലെ തന്നെ നിരവധി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും എല്ലാം നടക്കുകയും ചെയ്തു. തുടർന്നാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചത്. ഭാരതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് 16-ന് ആരംഭിച്ച വിദേശയാത്ര 21 വരെ തുടർന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഘടകം. ഈ വിദേശയാത്രയിൽ, ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നൈജീരിയയിലും അതുപോലെ തന്നെ ബ്രസീലിലും ഇപ്പോൾ ഗയാനയിലും എത്തി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത് ലോക ജനത മുഴുവനും. നൈജീരിയയിലും ബ്രസീലിലും എത്തുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുക എന്ന കൃത്യമായ നിലപാട് തന്നെയാണ്. ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കണം, ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്നതും ദാരിദ്ര്യത്തിനും അതുപോലെ തന്നെ അസമത്വത്തിനുമെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുകയും വേണമെന്ന് നൈജീരിയൻ സന്ദർശനത്തിന് ശേഷം ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി G20 സമ്മേളനത്തിലും വ്യക്തമാക്കുകയുണ്ടായി. കൃത്യമായും ഭാരതത്തിന്റെ നയം ലോകത്തിന് മുന്നിൽ വെക്കാൻ ഈ യാത്രയിലൂടെ സാധിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. അത് നൈജീരിയയെ ഉൾച്ചേർക്കുന്ന, അല്ലെങ്കിൽ നൈജീരിയ പോലുള്ള ഒരു രാജ്യത്തെ G20 പോലുള്ള രാജ്യങ്ങളുമായി ചേർത്ത് ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്നതിനും ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വം വഹിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായാലും, അതുപോലെ തന്നെ ലോകം ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന നിലപാട് ബ്രസീലിലെ G20 സമ്മേളനത്തിൽ പറയുമ്പോൾ ആയാലും, പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ഗയാനയിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഈ പാർലമെന്റിന്റെ ഉദ്ദേശം തന്നെ മാനവികതയായിരിക്കണം എന്നുമാണ്. ഭാരതം മുന്നോട്ട് വെക്കുന്ന ഒരു അന്തർദേശീയ ആശയ സംഹിതയെ പ്രചരിപ്പിക്കുക കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ കാതലെന്ന് മനസ്സിലാക്കാവുന്ന നിരവധി നീക്കങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൃഷ്ണ.